പലരും സീരീസുകളൊക്കെ കാണാൻ പഠിക്കുന്നതിൻ്റെ മെയിൻ കാരണം അതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ കൊണ്ടാണ്. എന്നാൽ 2 സിനിമ കാണുന്ന സമയത്ത് കണ്ടു തീർക്കാവുന്ന, എന്നാൽ ഈ സീരീസുകളുടെ അതേ എഫക്റ്റ് ചെയ്യുന്ന കുറേ മിനി സീരീസുകളുണ്ട്. അങ്ങനെയുള്ള ഗണത്തിൽപ്പെടുത്താവുന്ന 3 മിനി സീരീസുകളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തേത് ബിഹൈൻഡ് ഹർ ഐസ്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് എറിക് റിച്ചർഡ്സ്റ്റാൻഡ്. 2021 നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തൊരു സീരീസാണ്. മിനി സീരീസാണ്, 6 എപ്പിസോഡുകളേ ഉള്ളൂ. ഇതിൻ്റെ പ്ലോട്ടോ കാര്യങ്ങളോ ജേണറോ ട്രെയിലറോ ഒന്നും ചെക്ക് ചെയ്യാതെ വേണം ഈ സീരീസ് കാണാൻ. കാരണം അത് അങ്ങനെ കാണുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സീരീസ് എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇത്. ഇത് വേറെ കാര്യങ്ങളൊന്നും നോക്കരുത്, ഇച്ചിരി സ്ലോ പേസ്ഡ് ആണ് എന്നുള്ളതുള്ളൂ. സ്ലോ പേസ്ഡ് എന്ന് പറഞ്ഞാൽ ലാഗ് എന്നല്ല, ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാതെ ഒരു 3-4 ക്യാരക്ടേഴ്സിലൂടെ മാത്രം പോകുന്ന 3 പേരാണ് ലീഡായിട്ട് വരുന്നത്. ഇവരിലൂടെ പോകുന്നൊരു സീരീസാണ്. മസ്റ്റ് വാച്ച് ആയിട്ടുമാണ്, കാണാത്തവരെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. രണ്ടാമത്തത് 2019 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത 3 എപ്പിസോഡുകളുടെ ഒരു മിനി സീരീസാണ് ഡോണ്ട് ഫക്ക് വിത്ത് ക്യാറ്റ്സ്. ഇതൊരു ഡോക്യുമെൻ്ററി സീരീസാണ്. ഇത് റിയലായിട്ട് നടന്ന സംഭവങ്ങളാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരാൾ ഒരു പൂച്ചയെ കൊന്നിട്ട് അതിൻ്റെ വീഡിയോ ഇൻ്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ വീഡിയോയ്ക്ക് ഭയങ്കര അറ്റൻഷൻ കിട്ടുന്നു, ഇയാൾക്കും ഭയങ്കര അറ്റൻഷൻ കിട്ടുന്നു. ഒരു ഇൻ്റർനെറ്റ് കില്ലർ എന്നുള്ള രീതിയിൽ ഇയാളെ എല്ലാവരും കാണുകയാണ്. അതേസമയം കുറേ മൃഗസ്നേഹികൾ ഇയാൾക്കെതിരെ തിരിയുകയാണ്. ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിനെതിരെ തിരിയുകയും അവർ ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഇതിൻ്റെ പ്ലോട്ടെന്ന് പറയുന്നത്. അയാൾ വീണ്ടും പൂച്ചകളെ കൊല്ലുകയാണ്. അതിൻ്റെ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. ആദ്യത്തെ പോലെ തന്നെ ഇയാളുടെ വീഡിയോസ് എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൃഗസ്നേഹികളെല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി രൂപീകരിക്കുന്നു. ഇയാൾ എങ്ങനെയും കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ ഇയാളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനെ ബേസ് ചെയ്ത് പോകുന്നൊരു സൂപ്പർ ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു മിനി സീരീസാണ്. 3 എപ്പിസോഡുകളേ ഉള്ളൂ. വളരെ സൂപ്പറായിട്ടുള്ളൊരു സീരീസാണ്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു. മൂന്നാമത്തേത് 2020 നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത 7 എപ്പിസോഡുകളുള്ളൊരു മിനി സീരീസാണ് ദ ക്യൂൻസ് ഗ്യാംബിറ്റ്, ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സ്കോട്ട് ഫ്രാങ്ക്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ സെൻട്രിക് ആണ് സീരീസ് പോകുന്നത്. ഒരു കൊച്ചുകുട്ടി അവൾ ചെറുപ്പത്തിൽ തന്നെ ചെസ്സ് പഠിക്കാൻ ഇഷ്ടപ്പെടുകയും അങ്ങനെ ചെസ്സ് പഠിച്ച് ഇവളെ പിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ചെസ്സിനെ അഡിക്റ്റ് ആകുകയും ഇവൾ ചെസ്സിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സീരീസാണ്. സൂപ്പറായിട്ടുള്ള സീരീസാണ്. ആദ്യം മുതൽ അവസാനം വരെ ഭയങ്കര ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രാമ മൂവിയാണ്, പക്ഷേ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് രംഗങ്ങളുള്ള ഒരു ഓരോ എപ്പിസോഡുകളും നമ്മൾ അടുത്ത് എന്താണ് എന്ന് പ്രതീക്ഷിച്ചിരിക്കാവുന്ന തരത്തിലുള്ള എപ്പിസോഡുകളുള്ള ഒരു സൂപ്പർ സീരീസാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, മസ്റ്റ് വാച്ച്.